നമസ്കാരം. സ്റ്റാൻഡപ്പ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പഞ്ചായത്ത് രാജിന്റെ ചരിത്രം, ഇന്ത്യയിലെ പഞ്ചായത്ത് രാജിന്റെ ചരിത്രവും കേരളത്തിലെ പഞ്ചായത്ത് രാജിന്റെ ചരിത്രവും ഒക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ഇന്ത്യയിൽ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ LSTSന്റെ മെയിൻസ് എക്സാമിന് മധ്യപ്രദേശിലെ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു മെയിൻസ് എക്സാമിന്. പല ആളുകളും ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു ആ ഒരു ക്വസ്റ്റ്യന്. അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണോ എന്ന് ഒരു വരെ സംശയിച്ചു പോയ ഒരു ചോദ്യമായിരുന്നു അതല്ലേ. അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത, എന്നാൽ അത് ഇമ്പോർട്ടന്റ് ആണ് താനും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മധ്യപ്രദേശിന് ഒരു പ്രത്യേകതയുണ്ട്. മധ്യപ്രദേശാണ് ഈ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് പാസ്സാക്കുന്നത്, അല്ലെങ്കിൽ 73rd അമെന്റ്മെന്റിന്റെ ആദ്യമായിട്ട് പാസ്സാക്കുന്നത്, അതിന്റെ ആ നിയമം സംസ്ഥാനത്ത് ആദ്യമായിട്ട് പാസ്സാക്കുന്നത് മധ്യപ്രദേശിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മധ്യപ്രദേശിൽ ഇതിനു മുമ്പ് നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ആ തരത്തിൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാം. മധ്യപ്രദേശ് പഞ്ചായത്ത് രാജ് ആക്ട് നമുക്കറിയാം 1992 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരുന്നുണ്ട്. ഇതിനുശേഷം ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 1992-ലെ പഞ്ചായത്ത് രാജ് ആക്ട് 1993 ഏപ്രിൽ 24-ന് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്, മധ്യപ്രദേശിലാണ് എന്നുള്ള കാര്യം ഓർത്തുക. ഏപ്രിൽ 24 1993 വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഡേറ്റിനാണ് പഞ്ചായത്ത് രാജ് സംവിധാനം പ്രാബല്യത്തിൽ വരുന്നത്. പാസ്സാക്കുന്നത് 92-ലാണ്. 93 ഏപ്രിൽ 24-നാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. നമ്മൾ പറഞ്ഞു ഏപ്രിൽ 24-ലാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു മധ്യപ്രദേശിലാണ് 1993-ൽ ഈ ആക്ട് വന്നതിന് ശേഷം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനു മുമ്പുള്ള സംവിധാനത്തെ കുറിച്ചായിരുന്നു LSTS എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യം ഞാൻ വായിക്കാം. എന്റെ കയ്യിലുള്ളത് ഡി ക്വസ്റ്റ്യൻ ആണ്. ആ ഡി ഇതിലുള്ള വരുന്ന ക്വസ്റ്റ്യനിൽ 53-ാമത്തെ ചോദ്യമായിരുന്നു. ഇൻ 1962 one of the states passed an act giving provisions for 3 tier of panchayati raj at village or gram, block or janpad and district zilla levels. Which one was that എന്നാണ് ചോദ്യം. അതായത് 1962-ൽ ഒരു സംസ്ഥാനത്ത് ഗ്രാമം, ബ്ലോക്ക്, ജില്ല എന്നീ തലങ്ങളിൽ പഞ്ചായത്ത് രാജിന്റെ ഒരു വ്യവസ്ഥ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ സംസ്ഥാനം എന്നായിരുന്നു ചോദ്യം. ഓപ്ഷനിൽ ആന്ധ്രാപ്രദേശ് ഉണ്ടായിരുന്നു, മധ്യപ്രദേശ് ഉണ്ടായിരുന്നു, ഉത്തർപ്രദേശ് ഉണ്ടായിരുന്നു, കേരളം ഉണ്ടായിരുന്നു. അപ്പൊ മിക്ക ആളുകളും തെറ്റിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ ഇത് നിലവിൽ വന്നതിന് ശേഷം, പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം 1993-ൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് വന്ന സംസ്ഥാനമാണെന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ മധ്യപ്രദേശിൽ 93-ൽ വന്നതുകൊണ്ട് അവിടെ 62 ആവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ആദ്യം വെട്ടി ഒഴിവാക്കിയിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. പിന്നെ കേരളത്തിലെ കുറിച്ചും അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പരീക്ഷയുടെ മുമ്പ്. അപ്പൊ കേരളത്തിലും അങ്ങനെ സംഭവമില്ല, കേരളം വെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഉത്തർപ്രദേശോ ആന്ധ്രാപ്രദേശോ ഒക്കെ, ആന്ധ്രാപ്രദേശ് വെട്ടാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഉത്തർപ്രദേശ് ആയിരിക്കും ആൻസർ ചെയ്തിട്ടുണ്ടാവും. കാരണം ആന്ധ്രാപ്രദേശിൽ 1959-ൽ നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതും പഠിച്ച ആളുകൾ എന്ത് ചെയ്യും? ആന്ധ്രാപ്രദേശും ഓപ്ഷനിൽ നിന്ന് വെട്ടും. പിന്നെ ഉത്തർപ്രദേശ് ആയിരിക്കും മിക്ക ആളുകളും ആൻസർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരു കെണിയായിരുന്നു ആ ക്വസ്റ്റ്യന്. സ്റ്റാൻഡപ്പ് PSCയുടെ LSTS സെക്രട്ടറി ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. 599 രൂപ മാത്രമാണ് ഈ കോഴ്സിൽ ചേരുന്നതിനുള്ള ഫീ. നമുക്ക് പ്രധാനപ്പെട്ട ഈ ഒരു ഇൻ്റർവ്യൂവായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സിലബസ്, LSTSന് മെയിൻസിന് സിലബസായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡെയിലി 1 മണിക്കൂർ ലൈവ് സെഷനുകളും അതോടൊപ്പം എക്സ്ട്രാ ഒരു അരമണിക്കൂർ വരുന്ന റെക്കോർഡഡ് വീഡിയോസും അടക്കമുള്ള ക്ലാസ് പാക്കേജാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ റെക്കോർഡഡ് ക്ലാസ്സിനെ കുറിച്ചുമുള്ള സംശയങ്ങൾ തീർക്കാൻ അതാത് ദിവസങ്ങളിൽ തന്നെ രാത്രി 9 മണിക്കും 10 മണിക്കും ഇടയിൽ ഒരു ലൈവ് സെഷനും ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഇതിൽ കൊടുത്തിട്ടുള്ള 7034 327 690 എന്ന് പറയുന്ന നമ്പറിൽ
ജിപേ ഉണ്ട്, 599 രൂപ അതിലേക്ക് ജിപേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അറിയിച്ചാൽ മതി. ഇതിൽ കൊടുത്തിട്ടുള്ള 2 നമ്പറിലും വാട്സപ്പ് ഉണ്ട്. 2 നമ്പറിൽ വാട്സപ്പിൽ അറിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഈ ലൈവ് സെഷൻ്റെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ഗ്രൂപ്പിൽ ലഭിക്കും. അപ്പോൾ ആ ഒരു സംഭവത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇൻ 1962 മധ്യപ്രദേശ് പാസ്ഡ് ദ മധ്യപ്രദേശ് പഞ്ചായത്ത് ആക്ട് വിച്ച് എസ്റ്റാബ്ലിഷ്ഡ് എ 3-tier സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അപ്പൊ 1962 മധ്യപ്രദേശ് ഒരു നിയമം പാസ്സാക്കുന്നുണ്ട്. ആ നിയമപ്രകാരം ഒരു 3-tier സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 3-tier സിസ്റ്റം തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1962. അതായത് 1959 രാജസ്ഥാനിൽ 3-tier സിസ്റ്റം വരുന്നത്. അത് കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ എവിടെയും വരുന്നുണ്ട്, മധ്യപ്രദേശിലും ഈ 3-tier സിസ്റ്റം വരുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഈ മധ്യപ്രദേശ് പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കുന്നത് ഈ 92 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷമല്ല എന്നർത്ഥം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആകുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ ഒരു പഞ്ചായത്ത് രാജ് ആക്ട് വന്നതിന് ശേഷം ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കുന്നത് മധ്യപ്രദേശാണ്. അതുകൊണ്ട് തന്നെ ഈ മധ്യപ്രദേശിലെ മുൻകാല സംവിധാനത്തെ കുറിച്ച് ഉള്ള ഒരു ചോദ്യം ചോദിച്ചു. ഏതായിരുന്നാലും പല ആളുകളും, മിക്കവാറും 90% ആളുകളും തെറ്റിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ഇത്. അത്രയും ആഴത്തിൽ UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഈ ഒരു ഫാക്ട് നേരത്തെ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഫാക്ട് കാണുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതിന് ശേഷമാണ്. The 3 tiers were the ഗ്രാം പഞ്ചായത്ത്, ജൻപദ് പഞ്ചായത്ത് ആൻഡ് ജില്ലാ പഞ്ചായത്ത്. ഈ 3 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ട് ആ ഒരു 3 സമിതികൾ തന്നെയായിരുന്നു അവിടെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. The act was based on recommendations from the ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആക്ട് അവിടെ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് മധ്യപ്രദേശിനെ കുറിച്ച് പഠിക്കുമ്പോൾ മധ്യപ്രദേശ് ബൽവന്ത് റായ് മേത്തയുടെ നിർദ്ദേശപ്രകാരം 3-tier സിസ്റ്റം പാസ്സാക്കുന്നുണ്ട് 62. പിന്നീട് 1992 പഞ്ചായത്ത് രാജ് ആക്ട് വന്നതിന് ശേഷം ആദ്യത്തെ സംസ്ഥാനമായിട്ട് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നതും ആര് തന്നെയാണ്, മധ്യപ്രദേശ് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ.